ഭാരത കത്തോലിക്ക സഭയുടെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷങ്ങൾക്കായി ഭരണങ്ങാനത്ത് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിദേശികളടക്കമുള്ള ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്ന തിരുനാൾ ആഘോഷം എന്ന നിലയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. തീർത്ഥാടന കേന്ദ്രം റവറൻ ഡോക്ടർ ജോസഫ് തളത്തിലിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണ പരിപാടികൾ ചിട്ടപ്പെടുത്തി വരുന്നത്. തിരുനാളിന്റെ എല്ലാ ദിവസങ്ങളിലും വിവിധ രൂപതകളിൽ നിന്നുള്ള അഭിവന്ദ്യ പിതാക്കന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഇതര തിരുക്കർമ്മങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രൗഢവും സമ്പന്നവുമാക്കുന്ന തിരുക്കർമ്മങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ലളിത ജീവിതത്തിനുടമയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷങ്ങളിൽ ബാഹ്യ ആഡംബരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ആത്മീയതയ്ക്ക് പൂർണ്ണമായ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന തിരുനാൾ ദിനമായ 28-ഒഴികെ എല്ലാ ദിവസവും തിരുനാൾ കുർബാനകളോടൊപ്പം ലതീഞ്ഞും നൊവേനയും നടത്തുന്നുണ്ട്. തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ 6:30-നും 8:30-നും 11-നും വൈകിട്ട് 5-നും വിശുദ്ധ കുർബാനയ്ക്കൊപ്പം വചന പ്രഘോഷണം നടത്തും. വൈകുന്നേരം 4-ന് ആഘോഷമായ സായാഹ്ന പ്രാർത്ഥനയും വചന സന്ദേശവും വൈകുന്നേരങ്ങളിൽ ജപമാല മെഴുകുതിരി പ്രദർശനവും നടത്തുന്നുണ്ട്. സായാഹ്ന പ്രാർത്ഥനകൾക്ക് വിവിധ സന്യാസിനി സമൂഹങ്ങളാണ് ഈ വർഷം മുതൽ നേതൃത്വം നൽകുന്നത്. ജപമാല മെഴുകുതിരി പ്രദർശനങ്ങളിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് പ്രസിദ്ധന്തിമാരായി പങ്കെടുക്കുന്നതിനും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 28-ാം തീയതി നേർച്ചയപ്പ വിതരണത്തിനുള്ള പണം ഓഫീസിൽ നൽകാനുള്ള ക്രമീകരണങ്ങളുമുണ്ട്. തിരുനാൾ ദിവസങ്ങളിൽ സമർപ്പണം, കുമ്പസാരം, വിളക്കു നേർച്ച, തൊട്ടിൽ നേർച്ച എന്നിവയ്ക്ക് പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 28-ാം തീയതി വിശുദ്ധ അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന ദേവാലയത്തിൽ തുടർച്ചയായി വിശുദ്ധ കുർബാന നടത്തുന്നുണ്ട്.